പാലക്കാട് ജില്ലയിലെ മണപ്പുള്ളിക്കാവ് വേലയുടെ ആവേശകരമായ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത്. അക്ഷരാർത്ഥത്തിൽ പാലക്കാട് ജില്ലക്കാർ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മുടെ പാലക്കാട്ടുകാരൻ്റെ ആവേശമായിട്ടുള്ള മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവമാണ്. അതായത് മണപ്പുള്ളിക്കാവ് വേല ഇന്ന് നടക്കുകയാണ്. അപ്പം ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടി വേല ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അതെ, കസിൻസ് ബാക്കിയുള്ളവർ ഈ പൂരത്തിന്റെ തിരക്കിന്റെ ഇടയിലുണ്ട്. അവരെയും കൂടെ കണ്ടുപിടിക്കണം. പ്രത്യേകിച്ചും സൈത്താറിനെ കണ്ടുപിടിക്കണം. ഓ തീർച്ചയായും വരും വരും വരും. അപ്പോൾ അതാ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും എല്ലാവരും ഉണ്ട്. ഞാൻ കാണണം കേട്ടോ, ഞങ്ങൾ 3 പേരും കാണണം. അപ്പോൾ എങ്ങനെയാണ്, എന്താണ് വേലിനെ കുറിച്ച്? ഞങ്ങൾ വേലിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുണ്ടൂരിന്ന് വരികയാണ്. ആണല്ലേ? ആ ശരി ശരി. ഞങ്ങൾ മുണ്ടൂരൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആണല്ലേ? അപ്പോൾ അമ്പലത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഒന്ന് കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സും നിങ്ങളും പ്രേക്ഷകരും എല്ലാവരും കൂടി നമ്മുടെ ഈ മണപ്പുള്ളിക്കാവ് വേല ഗംഭീരമായിട്ട് അടിച്ചു പൊളിക്കാനായിട്ട് പോവാണ്. പാലക്കാട്ടുകാരുടെ, പ്രത്യേകിച്ച് പറഞ്ഞാൽ പാലക്കാട് ടൗണിലുള്ളവരുടെ ഏറ്റവും വലിയ വേലയാണ് ഈ പാലക്കാട് മണപ്പുള്ളിക്കാവ് വേല. ഈ ക്ഷേത്രത്തിന് ഏകദേശം 400 വർഷം പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 120 വർഷമായി ഈ ക്ഷേത്രത്തിൽ ഈ ഉത്സവം, അതായത് ഈ വേല നടത്തിപ്പോകുന്നുണ്ട്. ഒരു രക്ഷയില്ല. കാരണം ഫുൾ പാലക്കാടുകാർ ഇവിടെ വന്ന് അടിച്ച് പൊളിച്ച് ആഘോഷിച്ചിരിക്കുകയാണ്. അതാണ് മണപ്പുള്ളിക്കാവ് വേല എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഏറ്റവും വലിയൊരു നെന്മാറ വേല വരാനുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഈ ഒരു മണപ്പുള്ളിക്കാവ് വേല ഗംഭീരമായിട്ട് പാലക്കാടുകാർ ആഘോഷിച്ചിരിക്കുകയാണ്. തിരക്ക് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത തിരക്ക്. ഒരു രക്ഷയില്ലാത്ത തിരക്കി പെട്ടതാണ്. അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ ഒഴിച്ച് ബാക്കി നമ്മുടെ ഫ്രണ്ട്സുകളിൽ എല്ലാവരും കണ്ടു. ആക്ച്വലി നമ്മുടെ കൂട്ടത്തിലെ കസിൻസിൽ ഒരാളിനെ പിടുത്തം കിട്ടിയിട്ടുണ്ട്. ഇനി 2-3 പേര് മിസ്സിംഗ് ആണ്. തിരക്കടി പെട്ടെന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ലാത്ത തിരക്ക്. കഴിഞ്ഞ വർഷത്തേക്കാളും ഗംഭീര തിരക്കാണ് ഇപ്രാവശ്യം. വർഷങ്ങൾ കൂടുന്തോറും തിരക്ക് കൂടിയിട്ടാണ് വരുന്നത്. അല്ല, ഈ വേലയ്ക്ക് തിരക്ക് വരാൻ ഒരു കാരണവും കൂടിയുണ്ട്. കിഴക്കേ യാക്കര, പടിഞ്ഞാറേ യാക്കര, ഒപ്പം, വടക്കന്തറ, മുട്ടിക്കുളങ്ങര, അങ്ങനെ എല്ലാം കൂടെ എല്ലാ ദേശവും കൂടെ ചേർന്നതാണ് ഈ മണപ്പുള്ളിക്കാവ് വേല എന്നുള്ളത്. അതെ അതെ. അതുകൊണ്ട് തന്നെയാണ് ഭയങ്കര തിരക്കും. ഈ ഭാഗത്ത് വരുന്ന എല്ലാ ജനങ്ങളും, ഈ ഭാഗത്തുനിന്നല്ല
മറ്റുള്ള ഭാഗത്തു നിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഈ വേലയ്ക്ക് പങ്കുകൊള്ളാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരാറുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. സൈതേട്ടാ, ശരിക്കും നമ്മുടെ പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞ കുംഭമാസത്തിലാണ് എല്ലാ ഉത്സവങ്ങളും വേലകളും നടക്കുന്നത്. അതേപോലെ ഒരു കുംഭമാസത്തിലാണ് നമ്മുടെ ഈ മണപ്പുള്ളിക്കാവ് വേലയും നടക്കുന്നത്. അതുകൊണ്ട് അതായത് കിഴക്കേ യാക്കരയിൽ നിന്ന് വരുന്ന ആനകളെല്ലാം കോട്ടയുടെ മുന്നിൽ, അതായത് മൈതാനം ഹൈറ്റിൽ കോട്ടയുടെ മുന്നിൽ നിരന്ന് നിന്ന് കുടമാറ്റങ്ങളും പഞ്ചവാദ്യങ്ങളും ആയിട്ടാണ് അവിടെ നിൽക്കാറ്. പിന്നെ മറ്റുള്ള ദേശങ്ങളിൽ വരുന്നത് അതായത് ഗ്രൗണ്ടിനകത്ത് നിന്ന് പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ നിന്ന് അതായത് പിരിഞ്ഞു പോകുന്നത്. മേളം എങ്ങനെ ഉണ്ടായിരുന്നു? അത് നമ്മൾ പറഞ്ഞില്ല. ഒരു രക്ഷയില്ല, ഗംഭീരമായിരുന്നു. മേളത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഴുകിയത് കൊണ്ടാണ് നമ്മൾ മിസ്സായത്. ശരിക്കില്ലേ, ഞങ്ങൾക്ക് ശരിക്കും ആസ്വദിക്കാൻ പറ്റി. ഞങ്ങൾ ഫ്രണ്ടിൽ തന്നെ നിന്ന് മേളം ആസ്വദിച്ചു. ഞാനും സനുപേട്ട ഫ്രണ്ടിൽ നിന്ന് ജനങ്ങളോടൊപ്പം തന്നെ അതിന്റെ ആവേശത്തോടൊപ്പം കൂടി ഞങ്ങൾ ആസ്വദിക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ പാലക്കാട്ടുകാർ ഒരിക്കലും ഗംഭീരമായിട്ട് ആഘോഷിച്ചു തന്നെ പറയാം അല്ലേ? നല്ല ആവേശമായിരുന്നു, നല്ല തിരക്കായിരുന്നു. അത്യാവശ്യം എല്ലാ വണ്ടി വേഷങ്ങളായാലും അല്ലെങ്കിൽ എല്ലാ ടാബ്ലോസ് എല്ലാം ഗംഭീര പ്രകടനമായിരുന്നു. ആണല്ലേ? അതെന്താ സംഭവിച്ചല്ലേ, ഞാൻ തിരക്കിപ്പെട്ട് ഞാൻ വേറൊരു വഴിക്ക് പോയി. അത് എവിടെയാ നിങ്ങൾ നിൽക്കുന്നതൊന്നും അറിയാൻ തിരക്കിൽപ്പെട്ടു. എല്ലാവരും വന്നു. അതെ തിരക്കാണ്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഉത്സവത്തിന് പോയാലും ചിലപ്പോൾ ഇതൊന്നും തിരക്കിപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സ്പ്ലിറ്റ് ആയി പോകാറുണ്ട്. ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടില്ലല്ലോ. ഇല്ല, ഫോണിൽ റേഞ്ച് പിന്നെ ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ പിന്നെ അങ്ങനെ ഒരു അവസ്ഥയിലാണ്. പിന്നെ ഇപ്പൊ റേഞ്ച് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുചേർന്നു. വീണ്ടും ഈ ഫാമിലി ഒന്നിച്ചിരിക്കണം. പക്ഷെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, അജയ് ചേട്ടൻ ശരിക്കും മിസ്സായി. ഇന്ന് ശരിക്കും വർക്കിംഗ് ഡേ ആയതുകൊണ്ട് അജയ് ചേട്ടൻ എത്തിപ്പെടാൻ പറ്റിയില്ല. അതെ. അല്ല, എവിടുന്ന വരുന്നത്? ഞാൻ തച്ചമ്പാറ മണ്ണാർക്കാട്. മണ്ണാർക്കാട് നിന്നാണ് വരുന്നത്. ഈ മണപ്പുള്ളി വേല എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, മാത്രമല്ല ഒരു ഇൻസ്റ്റാഗ്രാം സെലിബ്രിറ്റിയും കൂടിയാണ്. നവ്യ നവസ്. ഞാൻ ആദ്യമായിട്ട് വരുന്ന ഈ സംഭവത്തേക്ക് അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ. സാധാരണ ഒരു പൂരപ്പറമ്പിലോ അല്ലെങ്കിൽ വേലപ്പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് അവിടെ പോയി ചെയ്യുന്ന ആദ്യത്തെ പരിപാടി എന്താണ്? പൊരി വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഇതുപോലുള്ള കടല വാങ്ങിച്ചിട്ട് കുറച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഹോബിയും നമുക്ക് ഇഷ്ടവും. കാരണം ഇത് കുറച്ചുകൊണ്ട് പൂരം കാണാനാണ് ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഗംഭീരമായിട്ടുള്ള ആവേശത്തിലാണ് ഇവിടെ പാലക്കാട്ടുകാർ ഈ ഒരു മണപ്പുള്ളിക്കാവ് വേല ആഘോഷിച്ചത്. പിന്നെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ വെടിക്കെട്ടില്ലാത്തത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. ലൈറ്റ് ആയിട്ടുള്ള കളർഫുൾ വെടിക്കെട്ട്, ചൈനീസ് വെടിക്കെട്ടെങ്കിലും ഉണ്ടാകും വിചാരിച്ചു. പക്ഷെ അതില്ലാത്തത് ശരിക്കും നിരാശപ്പെടുത്തി. ഞാൻ അതിന് വേണ്ടിയിട്ടായിരുന്നു മേളമൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്തിരുന്നത്. പക്ഷേ അതില്ലാത്ത ചെറിയൊരു സങ്കടം ഉണ്ടാക്കി. അപ്പോൾ ഈ വീഡിയോ ഇവിടെ എത്തിപ്പെടാൻ പറ്റാത്തവർക്കായിട്ട് ഞങ്ങൾക്കിത് സമർപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വർഷം അല്ല, ഉറപ്പായിട്ടും ഇപ്രാവശ്യം വരാൻ പറ്റാത്തവർ അടുത്ത പ്രാവശ്യം ഉറപ്പായിട്ടും വരണം. വന്ന് കണ്ട് ആസ്വദിച്ച് അടിപൊളിയായിട്ട് ഉറപ്പായിട്ടും. ഇതിലും ഗംഭീരമായിട്ടുള്ള മണപ്പുള്ളിക്കാവ് വേലയായിരിക്കും അടുത്ത വർഷം. അപ്പോൾ മിസ് ചെയ്യാതെ വരിക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇനി വലിയ വലിയ വേലകൾ വരാനുണ്ട്. അതെ, ഇനി വരാനുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടെ ഉടനെ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും.